നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച വ്യക്തി എങ്ങനെ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ളത് എൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഞാനിവിടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 11ാമത്തെ വയസ്സിൽ ശബരിമലയ്ക്ക് മാലയിട്ടിരിക്കുന്ന സമയമാണ് ഞാൻ ആദ്യമായിട്ടൊരു CSI പള്ളിയിലേക്ക് പോകുന്നത്. എൻ്റെ സ്വദേശം നെയ്യാർ ഡാമാണ്. നെയ്യാർ ഡാമിൻ്റെ പരിസരത്തിൽ ഒരു CSI പള്ളി, ചെറിയ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ പള്ളിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര തൊഴുക്കൽ CSI സഭാംഗമായ 2 കണ്ണും ജന്മനാൽ കാഴ്ചയില്ലാത്ത ഒരു സത്യനീശൻ പ്രസംഗിയാരാൽ സ്ഥാപിക്കപ്പെട്ടൊരു ചെറിയ സഭയായിരുന്നു ഹെർമോൻ CSI സഭ. ആ സഭയുടെ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞങ്ങളൊക്കെ സാധാരണ ഈ ക്രിസ്ത്യാനികളൊക്കെ പാട്ടൊക്കെ പാടി കരോളിനൊക്കെ വരുമ്പോൾ അവരുടെ പിറകെയൊക്കെ ഇങ്ങനെ പാട്ട് കേൾക്കാനൊക്കെ പോകുന്നത് എനിക്കിഷ്ടമാണ്. എന്നാൽ ക്രിസ്ത്യാനികളെയൊക്കെ കളിയാക്കാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ നന്നായിട്ട് കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർക്കൊന്നും ഈ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഈ താഴ്ന്ന ജാതിക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. അവിടെ നമ്മളാരും പോകാൻ പാടില്ല, നമുക്ക് അത് അയിത്തമാണ് എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. എന്നാൽ എനിക്ക് പള്ളി എങ്ങനെ ഇരിക്കുന്നു, അവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ കാണാൻ ഒരു ചെറിയ താല്പര്യം തോന്നിയിട്ട് വെറുതെ ഒരു സഹോദരിയോടൊപ്പം ഒരു ദിവസത്തേക്ക് പോയതാണ്. അന്നത്തേക്ക് പോകാനൊരു അനുവാദം എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി. ഞാൻ ചെറിയ പ്രായത്തിൽ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയി. ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ അമ്മയും എൻ്റെ അമ്മാവന്മാർ 3 പേരുണ്ട്. അവരോടൊപ്പമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പന്തയ്ക്കടുത്തായിട്ട് ഞങ്ങളുടെ ഒരല്പം വസ്തുവുണ്ട്. അവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടിട്ട് അമ്മമ്മയുടെയും അമ്മാവന്മാരുടെയും കൂടെയാണ് എൻ്റെ അമ്മ താമസിക്കുന്നത്. അപ്പോൾ എന്തിനും അമ്മാവന്മാരുടെ അനുവാദം വേണം. അപ്പോൾ അമ്മ കുടുംബത്തിൽ മൂത്തതാണ്. അവർ 7 സഹോദരങ്ങളാണ്. അമ്മയുടെ ഇളയ സഹോദരങ്ങൾ ആണ് 3 അനിയത്തിമാരും 3 മാമന്മാരും. അപ്പോൾ എൻ്റെ അമ്മാവന്മാരെല്ലാം അന്ന് ആ സമയം BJP RSS ശാഖയൊക്കെ തുടങ്ങിയ സമയമാണ്. അവരെല്ലാം അതിലൊക്കെ അംഗങ്ങളാണ്. അപ്പോൾ ഈ RSSൻ്റേതായ എന്തെങ്കിലുമൊക്കെ ഈ പ്രവർത്തനം, അവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ താലപ്പൊലി അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കുട്ടികളെ ഒരുക്കി കൊണ്ടുപോകുമ്പോൾ പ്രധാനമായിട്ട് എന്നെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ക്ഷേത്രങ്ങളിൽ വിളക്ക് വയ്ക്കാൻ ഒക്കെ അയക്കുന്നത് തന്നെയാണ്. കുടുംബത്തിൽ ചെറിയ കുട്ടിയെന്ന് പറയുന്നത് ഞാനാണ്. ഞങ്ങൾക്ക് ഒരു തെക്കതുണ്ട്, അതിലേക്ക് വിളക്ക് വയ്ക്കാനൊക്കെ ഞാനാണ് എല്ലാ ചൊവ്വയും വെള്ളിയും പോകുന്നത്. നെയ്യാർ ഡാമിൽ തന്നെ ഒരു മുരുകൻ ക്ഷേത്രമുണ്ട്. അവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പൂവൊക്കെ പറിച്ച്, പൂക്കളൊക്കെ ധാരാളം പൂക്കൾ ഉണ്ട്, അതെല്ലാം പറിച്ച് മാല കെട്ടിയൊക്കെ മുരുകൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നതൊക്കെ ഞാനാണ്. പിന്നെ അമ്മ എല്ലാ മാസവും ആറ്റുകാൽ ക്ഷേത്രത്തിൽ, അമ്മയുടെ ഒരു കുഞ്ഞമ്മ, എൻ്റെ അമ്മമ്മയുടെ ഒരു അനുജത്തി തിരുവനന്തപുരം അരിശാല താമസമാണ്. അപ്പോൾ എൻ്റെ ആ അമ്മമ്മ തിരുവനന്തപുരം പരിസരത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളും വെളുപ്പിന് 5 മണി 5:30 മണി ആകുമ്പോൾ എല്ലാ ക്ഷേത്രവും ദീപാരാധന തൊഴുത് അമ്മമ്മ തിരിച്ച് വീട്ടിലെത്തും. അപ്പോൾ അത്രയും സ്ട്രിക്റ്റായിട്ട് അവർ ആ ഒരു ഹൈന്ദവ ആചാരങ്ങൾ കഴിയുമ്പോൾ എൻ്റെ അമ്മയും മാസത്തിൽ 1-2 തവണയെങ്കിലും ഞങ്ങളവിടെ പോയി അവിടെ നിന്ന് ഈ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുക, ആറ്റുകാൽ ക്ഷേത്രത്തിൽ സ്ഥിരം സന്ദർശിക്കുക. ഇങ്ങനെയൊക്കെ പോകുമ്പോഴെല്ലാം അമ്മ എന്നെ കൊണ്ടുപോകാറുണ്ട്. ക്ഷേത്രങ്ങളുമായിട്ടുള്ള പരിചയമല്ലാതെ മറ്റ് ഈ പള്ളിയുമായിട്ടൊരു പരിചയവും അന്ന് എനിക്കില്ല. അപ്പോൾ എനിക്ക് വെറുതെ ആ പള്ളി എങ്ങനെ ഇരിക്കുന്നു, അവിടെ എന്തൊക്കെയുണ്ട് എന്ന് കാണുക എന്നൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പോകുമ്പോൾ വീട്ടുകാരുടെ നേർച്ചപ്രകാരം ശബരിമലയ്ക്ക് മാലയിട്ടിരിക്കുകയാണ്. ഈ മാല കഴുത്തിൽ കിടക്കുന്നതുകൊണ്ട് എൻ്റെ അറിവ്, അന്നത്തെ അറിവ്, അകത്ത് താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരിരിക്കുകയാണ്, അതിനകത്ത് പോയാൽ ഞാൻ അശുദ്ധമായി പോവും, പിന്നെ എനിക്ക് ശബരിമല പോകാൻ പറ്റില്ല എന്ന എൻ്റെ ഉള്ളിലെ ഭയം കൊണ്ട് ഞാൻ ആ പള്ളിക്കകത്ത് കയറിയില്ല. ഞാൻ പള്ളിയുടെ പുറത്ത് നിൽക്കുകയാണ്. പള്ളിയുടെ വാതിൽ നേരെ നിന്നുകൊണ്ട് ആ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുകയാണ്. അവിടെ ഞാൻ നിൽക്കുമ്പോൾ അന്നത്തെ എൻ്റെ അറിവ്, ഞാൻ അന്നും ഞങ്ങളുടെ പൂജാമുറിയിൽ ആ ഏരിയയിലുള്ളവരെല്ലാം ശബരിമലയ്ക്ക് കെട്ടുകെട്ടി പോകുന്നതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഒരു വീടും ഒരു ചായക്കടയുമായിട്ടുണ്ട്. ഈ ചായക്കടയുടെ ഒരു ഭാഗം ശബരിമല സീസൺ ആകുമ്പോൾ പൂജാമുറിയായിട്ട് ഇങ്ങനെ ഓലയൊക്കെ വെച്ച് കെട്ടി വയ്ക്കാറുണ്ട്.
അപ്പോൾ ഞാൻ അന്നും ശബരിമല പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അന്നും ഈ രാവിലത്തെ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ അമ്മൂമ്മ എല്ലാ ദിവസവും രാവിലെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യും. ഈ സൂര്യ നമസ്കാരം അതിൽ ഞാനും പങ്കുകൊള്ളും. അങ്ങനെ തൊഴുതിട്ടൊക്കെയാണ് ഞാൻ അവിടെ പോയി നിൽക്കുന്നത്. പക്ഷേ അതിനകത്ത് അന്ന് പ്രസംഗിക്കുമ്പോൾ അന്ന് അവിടുത്തെ പള്ളിയിലെ ഉപദേശി പ്രസംഗിക്കുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളാണ്, അത് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ അന്നത്തെ അറിവിൽ സൂര്യഭഗവാനെ അന്നും ഞാൻ നമസ്കരിച്ചിട്ട് പോവുകയാണ്. സൂര്യൻ ഭഗവാനല്ലേ? അപ്പോൾ എനിക്കിതറിയാനൊരു ആകാംക്ഷ. എന്നാൽ ഞാൻ അന്ന് ഈ ആരാധന കഴിഞ്ഞപ്പോൾ അവിടെ അതിൻ്റെ പള്ളിയുടെ വെളിവശത്ത് സൺഡേ സ്കൂൾ എന്നൊക്കെ പിന്നെയാണ് എനിക്ക് പറയാനറിയാവുന്നത്. അന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ പരിസരത്തുള്ളവരൊക്കെ കുട്ടികളൊക്കെ അവിടെ കൂടി. അപ്പോൾ ഞാൻ ആ സൺഡേ സ്കൂളിലിരിക്കുമ്പോൾ ആ ടീച്ചറും ഇതൊക്കെയാണ് പറയുന്നത്. വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല, ഭൂമിയിൽ യാതൊന്നിൻ്റെ രൂപമുണ്ടാക്കാൻ പാടില്ല, അതിന് നമസ്കരിച്ചുകൂടാ, ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് മറ്റൊരു സങ്കല്പമുണ്ട് എന്ന് എൻ്റെ ചെറിയ മനസ്സിൽ എനിക്ക് അന്ന് കേട്ടപ്പോൾ എനിക്കിതിനെപ്പറ്റി അറിയാനൊരാകാംക്ഷയുണ്ടായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പള്ളിയിൽ പോകാനായിട്ട് ശ്രമിച്ചു. റെഗുലറായിട്ട് പോകാനായിട്ട് എനിക്ക് അനുവാദമില്ല. എൻ്റെ അമ്മാവന്മാരറിഞ്ഞാൽ പ്രശ്നമാണ്. അറിയാതെ ചിലപ്പോഴൊക്കെ ഞാൻ പോയി. ഈ പള്ളിയുടെ സ്ഥാപകനായ ഈ വാർദ്ധക്യ പിതാവ്, ഈ പ്രസംഗിയാർ, സത്യനേശൻ പ്രസംഗിയാർ, അദ്ദേഹം എപ്പോഴും എല്ലാ ദിവസവും ആ ചർച്ചിലുണ്ട്. അവിടെ വേറൊരു ഉപദേശിയുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ രാമകൃഷ്ണപിള്ളയുടെ, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേര് രാമകൃഷ്ണപിള്ള എന്നാണ്, ആ രാമകൃഷ്ണപിള്ളയുടെ ചെറുമകൾ പള്ളി വന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ പള്ളിയിലുള്ള ആൾക്കാർക്കും വലിയ സന്തോഷം. അവർ പറഞ്ഞ് ഈ അപ്പച്ചൻ ഈ പിതാവ് എന്നെ പരിചയപ്പെട്ടു, എല്ലാ ആഴ്ചയും പള്ളി വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എല്ലാ ആഴ്ചയും ഈ പിതാവ് എന്നെ അന്വേഷിക്കും, ആ കുട്ടി ഇപ്പോൾ വന്നോ എന്ന്. അപ്പോൾ വന്നിട്ടില്ല. ഞാൻ അടുത്ത ആഴ്ചയൊക്കെ ഈ പള്ളിക്കകത്ത് കയറി ആരാധിക്കുക അവിടെ ഇരിക്കുകയാണ്. അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ജസ്റ്റ് കണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പാട്ട് എനിക്കിഷ്ടമാണ്. ഈ പാട്ടൊക്കെ ഞാനിങ്ങനെ കേട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആ പള്ളിയിൽ തന്നെയുള്ള ഒരു അമ്മച്ചി പറഞ്ഞു, ഈ ശബരിമലയ്ക്ക് മാലയൊന്നും ഇട്ടിട്ട് പള്ളിയിൽ ഇങ്ങനെ വരാൻ പാടില്ല എന്ന്. അവർക്കറിവില്ല, അവർ പറഞ്ഞു. പക്ഷേ ഞാൻ ഭയന്നുപോയി. ഞാൻ അതുകൊണ്ട് പിന്നെ പള്ളിയിൽ പോയില്ല. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ പിതാവ് അവിടെ വന്നു, ഞങ്ങളുടെ വീട്ടിൽ വന്നു. എന്താണ് മോള് പള്ളിയിൽ വരാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിങ്ങനെ പള്ളിയിൽ മാലയിട്ടുകൊണ്ട് പള്ളിയിൽ വരാൻ പാടില്ലെന്ന് അവിടെ ഒരു ആൻറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് അങ്ങനെയൊന്നുമില്ല, മോള് വരണം. ഞാൻ പറഞ്ഞു, ഇനി അടുത്ത ആഴ്ച ഞാൻ ശബരിമലയ്ക്ക് പോവുകയാണ്. പോയിട്ട് വന്ന് ശബരിമല പോയ വിശേഷം, അവിടെ എന്തൊക്കെ കണ്ടു, എന്തൊക്കെയാണെന്ന് അവിടുത്തെ വിശേഷങ്ങൾ സൺഡേ സ്കൂളിലെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം, അതുകൊണ്ട് മോള് വരണം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് സന്തോഷമായിട്ട് ശരി വരാമെന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച ഞാൻ ശബരിമലയ്ക്ക് പോയതിന് ശേഷം തിരിച്ചു വന്നിട്ട് ആ ചർച്ചിൽ വീണ്ടും പോയപ്പോൾ അന്ന് അവർ സൺഡേ സ്കൂൾ നടക്കേണ്ട സമയത്ത് എല്ലാ കുട്ടികളെയും ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുത്തിയിട്ട് എന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ നിർത്തി. ഞാനിങ്ങനെ വിറയ്ക്കുകയാണ്. എനിക്കങ്ങനെ ആരുടെയും മുമ്പിൽ നിന്നൊന്നും പറയാനറിയില്ല. അന്ന് 12 വയസ്സ്. പക്ഷേ എനിക്കന്ന് അറിയാവുന്ന വിധത്തിൽ ഞാൻ പോയപ്പോൾ എന്തൊക്കെ കണ്ടു എന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ്. അപ്പോൾ ഈ പിതാവ് പറയുകയാണ്, എന്നെ വിറയ്ക്കുന്നു. അപ്പച്ചൻ പറയുകയാണ്, ഞാൻ മോളെ പിടിച്ചോളാം, മോൾ പറഞ്ഞാൽ മതി, മോൾ കാണുന്ന കൂട്ടുകാരല്ലേ, നാട്ടിലുള്ള കുട്ടികളല്ലേ, അപ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. അന്ന് ഞാൻ എന്തൊക്കെയോ പോയപ്പോൾ കണ്ടതും അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ എനിക്കറിയാവുന്നതുപോലെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. ഞാനും കുറച്ചുകൂടെ ഫ്രീ ആയി. ചില ആഴ്ചകൾ പള്ളിയിൽ പോയി ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നു. ഈ കൺവെൻഷന് രാത്രിയിൽ ഞാൻ രഹസ്യമായി, എൻ്റെ അമ്മാവന്മാരറിയാതെ, ഈ കൺവെൻഷൻ വചനം കേൾക്കാനായിട്ട് ഞാൻ അവിടെ പോയി. പക്ഷേ എൻ്റെ മാമൻ അറിഞ്ഞു. ആ മാമൻ വന്ന് പള്ളിയുടെ വാതിൽക്കൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു വലിയ പുളിയുണ്ട്. ആ പുളിയിൽ നിന്ന് ചെറിയ കമ്പ് ഇങ്ങനെ വെട്ടി, 2-3 കമ്പുകൾ ഇങ്ങനെ പുളിക്കമ്പ് ഇങ്ങനെ വെട്ടി അതിൻ്റെ ചുറ്റി കെട്ടി, അതിൻ്റെ തൂമ്പും മൂടും കെട്ടി റെഡിയാക്കി പിറകെ ഒളിച്ചു വെച്ചുകൊണ്ടാണ് മാമൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയും അങ്ങനെയാണ് എന്നെ അടിക്കാറ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മ അങ്ങനെ എന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ, ഈ പള്ളി മുതൽ എന്നെ അടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ പള്ളി വരാൻ എനിക്ക് അനുവാദമില്ല. അന്ന് അടി കിട്ടിയപ്പോൾ
എനിക്ക് വലിയ സങ്കടമായി. അടി കിട്ടിയതിൻ്റെ സങ്കടമല്ല, പള്ളിയിൽ പിന്നെ പോകാൻ പറ്റുന്നത്. എനിക്ക് എന്തോ ഒരു വലിയ താല്പര്യം, ഇതൊക്കെ കേൾക്കാനും പാട്ട് കേൾക്കാനും ഇവിടുത്തെ വചനം കേൾക്കാനൊക്കെ എനിക്കൊരു താല്പര്യം, ഇഷ്ടമുണ്ട്. ഞാനറിയാത്ത ഒരിഷ്ടം എൻ്റെ ഉള്ളിലുണ്ട്. അത് പിന്നത്തേതിൽ ഞാൻ മനസ്സിലാക്കുന്നു, അത് ദൈവം അങ്ങനെ വെച്ചതാണ് എന്ന് നമുക്ക് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദൈവത്താൽ വന്നൊരിഷ്ടമാണ് എന്ന് പിന്നെയാണ് അറിയുന്നത്. എന്നാൽ ഞാൻ അറിയാത്ത ഒരു താല്പര്യം എനിക്ക് തോന്നിയിട്ട് ഞാൻ പോയതാണ്. എന്നാൽ ഈ അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ പള്ളിയിൽ പോകാൻ പിന്നെ അനുവാദമില്ല. ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഈ പള്ളിയിൽ വന്ന് പള്ളിയുടെ പിന്മുറിയിൽ ഈ വാർദ്ധക്യ പിതാവ് അവിടെ താമസിക്കുകയാണ്. അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു എനിക്കിനി പള്ളി വരാൻ അനുവാദമില്ല, എൻ്റെ മാമൻ എന്നെ അടിച്ചു, ഇനി പള്ളി വരാൻ എനിക്ക് അനുവാദമില്ല. അപ്പോൾ അന്ന് ആ പിതാവ് എന്നെ തലയിൽ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആ വാചകം പിന്നെ എൻ്റെ ജീവിതത്തിൽ പല അവസരത്തിൽ എൻ്റെ ആത്മീയ പിതാവാണ് അദ്ദേഹം എന്നെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. അതായത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഈ കുഞ്ഞ് അറിഞ്ഞോ അറിയാതെയോ നിൻ്റെ സന്നിധിയിലെത്തി, അവൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ കേട്ടു, ആ വചനം അനുസരിക്കുവാനും വചനപ്രകാരം ജീവിക്കാനും അവൾക്ക് ക്രിസ്തീയമായൊരു അന്തരീക്ഷം, വളരാൻ ക്രിസ്തീയമായൊരു അന്തരീക്ഷം ദൈവം ഒരുക്കണം എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് അപ്പച്ചൻ പ്രാർത്ഥിച്ചതിൻ്റെ അർത്ഥമോ അതൊന്നും എനിക്ക് പിന്നെ ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ആ ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അപ്പച്ചൻ പിന്നെ ആ വാചകങ്ങൾ എന്നോട് പിന്നെയും പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങൾക്കിടയിൽ. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനമായിരുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇടുകയായിരുന്നു എന്ന് ഞാൻ പിന്നത്തേതിൽ മനസ്സിലാക്കി. അന്ന് ഈ അടി കൊണ്ട ശേഷം എനിക്ക് വലിയ സങ്കടമായിരുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വിഷമമൊക്കെ മാറി, എങ്ങനെയും പള്ളിയിൽ പോയാൽ മതി എന്നൊരു ആഗ്രഹം തോന്നി. പക്ഷേ ആദ്യമായിട്ട് ഞാൻ പള്ളിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ശബരിമല പോയ വിശേഷം മറ്റുള്ളവരോട് പറയാനായിരുന്നു. എന്നെ പിന്നത്തേതിൽ ദൈവം പല സ്റ്റേറ്റുകളിൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് അയച്ചു. ഈ ഓരോ സ്ഥാനത്തും പല ഇടങ്ങളിൽ ശുശ്രൂഷയിൽ കയറി നിൽക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ശബരിമലയിലെ വിശേഷങ്ങൾ പറഞ്ഞ ആ ഒരു കാഴ്ച, ആ ഒരു സീൻ എനിക്ക് എപ്പോഴും ഓർമ്മ വരും. എന്നെ ദൈവം എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുവന്നു എന്ന ആ കാര്യം ഞാൻ ഓർക്കും. അപ്പോൾ ഈ വിഷയം കഴിഞ്ഞു പ്രാർത്ഥിച്ചു, ഞാനങ്ങ് പോയി. പക്ഷേ അപ്പോഴത്തേക്കും എൻ്റെ വർഷങ്ങളിങ്ങനെ പോയി. ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞു, 8ാം ക്ലാസ്സായി. ഇതിനിടയിൽ ഒക്കെയാണ് ഈ സംഭവങ്ങൾ നടന്നത്. 8ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിനകത്ത് വലിയ ചില അനർത്ഥങ്ങളുണ്ടായി. 2-3 വിഷയങ്ങൾ അടിക്കടിയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. ഞങ്ങളുടെ കുടുംബം വലിയൊരു കുടുംബമാണ്, 7 മക്കളും അതിൻ്റെ കുഞ്ഞുമക്കളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ അംഗസംഖ്യയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും അന്നത്തെ ചിക്കൻ ബോക്സ്, അതായത് വസൂരി പോലെ എല്ലാവരും ഒരുമിച്ച് രോഗികളായി. ആ സമയം അത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ്, അതൊരു വസൂരി തന്നെയായിരുന്നു. ആ വസൂരി പോലെ അതിതീവ്രമായ വിധത്തിൽ ഈ ചിക്കൻ ബോക്സ് ഞങ്ങളെ ബാധിച്ച് ഞങ്ങളെല്ലാവരും കിടപ്പിലായി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മറ്റാരും സന്ദർശകരില്ല, ആരും വരുന്നില്ല. ഒരു വൈദ്യർ മാത്രം ആഴ്ചയിൽ ഒരു ദിവസം വന്ന് വീടിൻ്റെ പടിയിൽ ഞങ്ങൾക്ക് ഉള്ള മരുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് പോകും. അതിനപ്പുറം മറ്റൊരു വ്യക്തി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ല. എല്ലാവരും ഒരുമിച്ച് കിടപ്പായി, വളരെ സിവിയറായി. ഞങ്ങൾ കൊച്ചുകുട്ടികളും വലിയവരും എല്ലാവരും വളരെ വേദനപ്പെട്ട് കിടക്കുന്നു. ഈ സമയത്ത് അപ്പോൾ ഞാൻ പിന്നെ പള്ളിയിൽ പോകുന്നില്ല, ഒരു ഗ്യാപ്പുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ ഈ പ്രസംഗിയാർ, ഈ സത്യനേശൻ പ്രസംഗിയാർ, ഈ അപ്പച്ചൻ അറിഞ്ഞു ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ കിടപ്പാണെന്ന്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനായിട്ട്, ഞങ്ങളെ നോക്കാനായിട്ട് വരാനായിട്ട് ഈ അപ്പച്ചനെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരണം. കണ്ണിന് കാഴ്ചയില്ലല്ലോ, അപ്പോൾ കൊണ്ടുവരണം. അപ്പോൾ പള്ളിയിൽ നിന്ന് ആരും അവിടെ വരാൻ തയ്യാറല്ല. എല്ലാവർക്കും ഭയമാണ്. ചിക്കൻ ബോക്സ് പിടിച്ച വീട്ടിൽ അവർക്ക് വരാൻ പേടിയായിരുന്നു. അപ്പോൾ അപ്പച്ചൻ ബസ്സിൽ കയറി സ്വന്തം സ്ഥലമായ നെയ്യാറ്റിൻകര പോയിട്ട് അവിടെ നിന്ന് മറ്റൊരാളിനെയും കൂട്ടി തിരിച്ചു വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മാമന്മാർക്കും എൻ്റെ അമ്മയ്ക്കുമൊക്കെ ആ ഒരു സന്ദർശനം അവരുടെ എല്ലാ ഹൃദയത്തെ ഒന്ന് ചലിപ്പിച്ചു. അവർ പറഞ്ഞു, എന്നിട്ട് വന്നു കുറേ മണിക്കൂറുകൾ ഞങ്ങളുടെ വീട്ടിലിരുന്നു, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ പാട്ടുകളൊക്കെ പാടി
എൻ്റെ അമ്മയ്ക്കും ഈ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. എല്ലാവരും വളരെ പ്രയാസത്തിൽ കിടക്കുകയായിരുന്നു. എന്നാൽ ഒരു പ്രത്യേകമായൊരു ചൈതന്യം അന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടായി. എല്ലാവർക്കും മനസ്സിനൊരു ആശ്വാസമായി. പാട്ടൊക്കെ പാടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വചനമൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് അദ്ദേഹം പോയി. അപ്പോൾ അവർ പറയുന്നു, എന്തോ ഒരു ശക്തി ഉണ്ട് ഇവരിൽ, അല്ലെങ്കിൽ ഈ സമയത്ത് ഇവർക്ക് ഇവിടെ വരാനായിട്ട് എങ്ങനെ ധൈര്യം വന്നു, മനസ്സ് വന്നു എന്ന് പറഞ്ഞ് അവർക്കൊരു ചെറിയ ചലനം വന്നിട്ട് പിന്നെ ഒരു ചെറിയ അനുവാദം എനിക്ക് പള്ളിയിൽ പോകാനായിട്ട് എൻ്റെ മാമൻ തരുന്നു. ഞായറാഴ്ച മാത്രം ഒന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് എനിക്കൊരു അനുവാദം തരുന്നു. ഞാൻ പള്ളിയിൽ പോകുന്ന ആ സമയം ഞങ്ങളുടെ വീട്ടിൽ പിന്നെയും അനർത്ഥങ്ങളുണ്ടായി. ഞങ്ങൾക്ക് എൻ്റെ അമ്മയൊക്കെ ഈ ചായക്കട, എൻ്റെ അപ്പൂപ്പൻ ഹോട്ടൽ നടത്തുന്ന ആളായിരുന്നു. അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയും അമ്മൂമ്മയും എല്ലാം ചേർന്ന് ഹോട്ടൽ നടത്തുകയാണ്. പിന്നെ ഒരു പഴയ ആളുകളാണ്, പഴയ നായർ വീടുകളിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഈ പലിശയ്ക്കൊക്കെ കൊടുക്കുന്ന പതിവുണ്ട്, സ്വർണ്ണമൊക്കെ വാങ്ങി വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇത്തിരി സ്വർണ്ണമൊക്കെ ഇരിപ്പുണ്ട്, മറ്റുള്ളവരുടേതാണ്, പണയ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷണം പോയി. അതും ഒരു വലിയ നഷ്ടമായി. അതെല്ലാം പിന്നെ നമ്മൾ തന്നെ അത് തിരിച്ചു വാങ്ങി കൊടുക്കേണ്ടതായൊരു ഇത് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട് അടുത്ത ശബരിമല സീസൺ, ഞങ്ങളുടെ പൂജാമുറിയിൽ നിന്ന് തീ പിടിച്ചിട്ട് ഞങ്ങളുടെ ആ പ്രദേശത്തൊക്കെ അന്നത്തെ വീടുകൾ താഴെ ഒരു വരി ഓലയിട്ടിട്ട് പുല്ലുമേഞ്ഞ വീടാണ്. ഞങ്ങളുടെ പൂജാമുറിയിൽ നിന്ന് തീ പിടിച്ചിട്ട് 5 വീട് ഒരുമിച്ച് തീക്കിരയായി നശിച്ചുപോയി. അങ്ങനെ വലിയ വലിയ അനർത്ഥങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചു. അപ്പോൾ തീപിടുത്തത്തിൽ ആളുകളെല്ലാം പുറത്തായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ധരിച്ചിരുന്ന വസ്ത്രം പോയിട്ട് ബാക്കിയൊന്നും ശേഷിക്കാതെ സകല സാധനങ്ങളും വെന്തെരിഞ്ഞു പോയി. മോഷണം നടന്നു, നഷ്ടങ്ങൾ സംഭവിച്ചു. ഈ ചിക്കൻ ബോക്സ് വന്ന് ഞങ്ങളെല്ലാവരും ആ ഒരവസ്ഥയായി. ഇങ്ങനെ അടിക്കടിയായി ആ ഒരു വർഷത്തിൽ വളരെ പ്രയാസകരമായ അനുഭവങ്ങൾ കൂടെ ഞങ്ങൾ പോയി. 8ാം ക്ലാസ് ഞാൻ പാസ്സായി വന്നപ്പോൾ ഈ വാർദ്ധക്യ പിതാവ് വന്നിട്ട്, അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇവൾ നന്നായിട്ട് പഠിക്കും, ഇവൾ തുടർന്ന് പഠിക്കട്ടെ. ഞാൻ ഇവളെ കൊണ്ടുപോയി, എൻ്റെ സഹോദരിക്ക് 3 പെൺമക്കളാണ്, അവരോടൊപ്പം ഞാൻ അവളെ എൻ്റെ നാട്ടിൽ കൊണ്ടുപോയി അവളെ പഠിപ്പിക്കാം, അവളെ അയക്കണം. എൻ്റെ വീട്ടിലും വളരെ എതിർപ്പുണ്ടായി. പക്ഷേ എനിക്ക് വളരെ താല്പര്യം, ഇവിടെ നിന്ന് എങ്ങനെയും പുറത്തു പോകണം, എനിക്ക് പള്ളിയിൽ പോകണം, അതെൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അപ്പച്ചനോടൊപ്പം പോകാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് അവർക്ക് മനസ്സിലായി. എനിക്ക് പള്ളിയിൽ പോകാനുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നവർക്കറിയാം. അപ്പോൾ എല്ലാവരും എതിർത്തു. പക്ഷേ എൻ്റെ അമ്മയോട് ഞാൻ വളരെ നിർബന്ധിച്ച് പറഞ്ഞു, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അമ്മ വളരെ പ്രയാസത്തിലായി, പക്ഷേ എന്നെ അയച്ചു, അപ്പച്ചനോടൊപ്പം പോയി. ഞാൻ പോകുന്നത് താൽക്കാലികമായി പോകുന്നു അവർ വിചാരിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ വലിയ പദ്ധതി പ്രകാരം ഞാൻ എൻ്റെ 8ാം ക്ലാസ് പാസ്സായപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. പക്ഷേ ഇതിനിടയിൽ 8ാം ക്ലാസ് ആയപ്പോൾ എനിക്കുണ്ടായ ചില അനുഭവം എന്ന് പറയുന്നത്, അവിടെ ഈ നെയ്യാർ ഡാം CSI സഭയുടെ ഈ വെളിയോഗങ്ങളൊക്കെ അവിടെയായിട്ട് അവർ പുറത്ത് പോയിട്ട് ഇങ്ങനെ സുവിശേഷം അറിയിക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ സാക്ഷി പറഞ്ഞപ്പോൾ അവിടുത്തെ BJPക്കാരെല്ലാം അത് കേട്ടു. അവരറിഞ്ഞു, ഇന്ന വീട്ടിലെ കുട്ടി, ഇന്ന രാമകൃഷ്ണപിള്ളയുടെ ചെറുമോള് നമ്മുടെ സ്ഥലത്ത് തന്നെ വന്ന് നെയ്യാർ ഡാമിൽ തന്നെ വന്ന് നിന്ന് ഇവൾ യേശുവിനെ സാക്ഷി പറയുന്നു, നമ്മളെയൊക്കെ നാണം കെടുത്തുന്നു എന്ന് പറഞ്ഞ് പിന്നെ അവരെല്ലാം അങ്ങ് വളരെ വല്ലാതെ വയലൻ്റായി. അവർ പറഞ്ഞു, ഞങ്ങളുടെ ബന്ധുക്കളും ആൾക്കാരും ജാതിക്കാരൊക്കെ പറയാൻ തുടങ്ങി, നായർ സമുദായത്തിന് ഇവൾ അപമാനമാണ്, ഇവളെ വീടോടെ ചുട്ടുകൊല്ലണമെന്ന് പറഞ്ഞ് ഒരു സമയമുണ്ട്. പിന്നെ എന്നെ കാണുന്നത് തന്നെ അവർക്ക് വളരെ ദുസ്സഹമായൊരവസ്ഥയായി. പല വിധത്തിൽ വളരെയധികം പ്രയാസങ്ങൾ, എങ്ങനെയൊക്കെ പിശാച് മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കാമോ ആ വിധത്തിലൊക്കെ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്താൻ തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നൊന്ന് പുറത്തു പോകണമെന്ന് എൻ്റെ മനസ്സും ആഗ്രഹിച്ചു. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ ഈ 8ാം ക്ലാസ്സിൽ സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം ദേശത്തിൽ നിന്നും ഞാൻ നെയ്യാറ്റിൻകരയിലേക്ക് പോയി. പിന്നെ വളർന്നതെല്ലാം നെയ്യാറ്റിൻകരയിലാണ് പഠിച്ചത്. നെയ്യാറ്റിൻകര ഗേൾസ് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി അവിടെ തന്നെ സാഗറിൽ പഠിച്ചു. അത് കഴിഞ്ഞ് കാട്ടാക്കട കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചു. ഈ ഡിഗ്രി കാലത്താണ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോയി വരാൻ തുടങ്ങിയത്. പക്ഷേ ഈ കാലയളവുകളെല്ലാം വളരെ നിന്ദയും കഷ്ടവും പ്രയാസവും അനുഭവിക്കേണ്ടി വന്നു. ഒരു പെൺകുട്ടി എന്ന നിലയിൽ
വളരും തോറും എൻ്റെ പ്രശ്നങ്ങളും വളർന്നു. എന്നെ വല്ലാതെ ഞെരുക്കുന്ന, നിന്ദിക്കുന്ന അനുഭവങ്ങളുണ്ടായി പല വിധത്തിൽ പലരും. ഒരു ദിവസം എൻ്റെ അമ്മ പറഞ്ഞു, എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് നിന്നെ കാരണം. നിന്നെ ഞാൻ ജാതി പറഞ്ഞു പറയും, താഴ്ന്ന ജാതിക്കാർ പേര് പറഞ്ഞ് ജാതി പറഞ്ഞു പറയുന്നു, അങ്ങനെയുള്ള ജാതിക്കാർക്ക് ഞാൻ നിന്നെ വിറ്റ് കളഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഞാനിനി ജീവിച്ചിരിക്കുന്നില്ലെന്ന് പറഞ്ഞ സമയമുണ്ട്. എൻ്റെ അമ്മ, ഞാൻ ചെറിയ പ്രായത്തിൽ ആരംഭകാലത്തൊക്കെ വീട്ടിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, വീടിനകത്ത് മുട്ടുകുത്തുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മുട്ടുകുത്തി നിൽക്കുന്നത് വീട് മുടിയുമെന്ന് പറയും. പിന്നെ നമ്മൾ മരിച്ചവർക്ക് ശേഷക്രിയ ചെയ്യുമ്പോൾ വായ്ക്കരി ഇടാനായിട്ടൊക്കെ മുട്ടുകുത്തി നിന്ന് ഇടാറുണ്ടല്ലോ അന്ന്. അപ്പോൾ അമ്മ എന്നെ അടിക്കും. അമ്മ ഇങ്ങനെ പുളിങ്കമ്പൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കും. എന്നിട്ട് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പിറകെ വന്ന് അടിക്കും. അടിച്ചിട്ട് പറയും, നിൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വായ്ക്കരി ഇടുന്നു വീട് മുടിക്കാനായിട്ടെന്ന് പറഞ്ഞ് അടിക്കുമായിരുന്നു. പക്ഷെ പിന്നത്തേതിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ആ അമ്മ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അമ്മയായിട്ട് മാറി. ഞാൻ വളർന്നു കഴിഞ്ഞപ്പോൾ വിവാഹം ഒരു വിഷയമായി. ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ കന്യാസ്ത്രീയായി കളയുമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരെങ്കിലും വന്ന് കെട്ടും, നായന്മാരാരും വന്ന് കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് അമ്മയെ വളരെ പ്രയാസപ്പെടുത്തി. അമ്മ ആ സമയത്തും വളരെ ഞെരുങ്ങി, മാനസികമായിട്ടൊക്കെ ഞെരുങ്ങി. പക്ഷേ ഇതിനിടയിൽ തന്നെ അമ്മയും പള്ളിയിലൊക്കെ വരാൻ തുടങ്ങി. എൻ്റെ അമ്മമ്മയും നല്ല വിശ്വാസം, അമ്മമ്മയുടെ മനസ്സിൽ വിശ്വാസമുണ്ട്. എൻ്റെ വിവാഹ സമയം വളരെ ഭാരമുണ്ടായി, വളരെ പ്രയാസങ്ങളുണ്ടായി. എങ്ങനെയായിരിക്കുമെന്ന് ഭാരമുണ്ടായി. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു, നായർ സമുദായത്തിൽ ആരെങ്കിലും വന്ന് എന്നെ കല്യാണം കഴിക്കുമെങ്കിൽ എനിക്ക് കല്യാണം മതി, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിയാതെ നിന്നുള്ള, നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. പക്ഷേ ഞാൻ വളരുന്നതനുസരിച്ച് എൻ്റെ ഉള്ളിൽ ക്രിസ്തു വളരുകയായിരുന്നു. അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സാക്ഷ്യം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പൗലോസ് പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനമാണെങ്കിൽ, ആ വചനം അങ്ങനെയാണ്. പൗലോസ് പറയുന്നു, യോഗ്യവുമായ വചനം തന്നെ, ആ പാപികളിൽ ഞാൻ ഒന്നാമത്തവനെന്ന് പൗലോസ് പറയുന്നു. ഞാൻ പറയുന്നു, നെയ്യാർ ഡാമിൻ്റെ പരിസരത്തിൽ ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയോ ഒരു സാധാരണ ജീവിതത്തിൽ ഈ ലോകത്തിൽ ദൈവമില്ലാത്തവളായി നശിച്ചു പോകേണ്ട എന്നെ പാപം പെരുകിയെടുത്ത് ദൈവത്തിൻ്റെ കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം എന്നെ കൃപയാൽ വീണ്ടെടുത്തു എന്നതിനപ്പുറം എനിക്ക് യോഗ്യതയായി പറയും. എൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൽ വരുവാനോ, ഈ ശുശ്രൂഷയിൽ നിൽക്കാനോ, ഈ ദൈവത്തിൻ്റെ വചനം കരങ്ങളിലെടുക്കാനോ, ദൈവനാമത്തിൽ അംഗീകരിക്കപ്പെടാനോ ഒരു യോഗ്യതയും ഇല്ല എന്നതാണ്. എൻ്റെ അയോഗ്യതയാണ് എൻ്റെ യോഗ്യതയായി കർത്താവ് കണ്ടത് എന്ന് ആണ് എനിക്ക് ധൈര്യമായി പറയാൻ കഴിയുന്നത്. എനിക്ക് യോഗ്യതയൊന്നുമില്ല. എന്തിനു വേണ്ടി എന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്നത് ദൈവത്തോട് ആരാഞ്ഞ് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെയാണ് ഇതിലേക്ക് വന്നത്. എൻ്റെ അകത്തൊരു ഇഷ്ടമുണ്ട് എന്നതിനപ്പുറം ഇത് എങ്ങനെയൊക്കെ ഞാൻ ഇവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപേ എൻ്റെ ദൈവം എന്നെ കണ്ടു എന്ന് വചനം പറയുന്നു. അതൊന്നും അറിയാത്ത സമയത്താണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. എൻ്റെ അമ്മ ഒരു പാട്ട് പാടുമായിരുന്നു. ഈ പ്രതികൂലങ്ങൾ വളരെ വന്നപ്പോൾ ഞാൻ ആ പാട്ട് എൻ്റെ ജീവിതത്തിൽ പിന്നെ അർത്ഥവത്തായി മാറി. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻവിളി കേട്ട് പിൻവരുവാൻ. എൻ്റെ മേലൊരു വിളിയുണ്ടെന്നോ ആ വിളിക്കനുസരിച്ച് മുൻപോട്ട് പോകണമെന്നോ ഒന്നും അറിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിലൊരു വലിയ ആഗ്രഹമുണ്ട്. ഇതാണ് സത്യമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആരും എന്നെ നിർബന്ധിച്ച് ഇങ്ങനെ ആകണമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ കേൾക്കുന്ന ആ വചനം എനിക്ക് ഇതൊക്കെ അറിയാനൊരു താല്പര്യം എൻ്റെ ഉള്ളിൽ തന്നു. വേറൊരു ദൈവമുണ്ട് എന്നറിയുന്നു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ടെന്നും ഇതെല്ലാം സൃഷ്ടികളാണെന്നും സൃഷ്ടിക്കപ്പുറം ഒരു സൃഷ്ടിതാവുണ്ടെന്നും ഒക്കെ കേട്ടപ്പോൾ അതെനിക്ക് പുതുമയായിട്ട് തോന്നി. അതറിയാനൊരാകാംക്ഷ എൻ്റെ ഉള്ളിൽ ദൈവം വെച്ചു. ദൈവത്തെ അറിയാനൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ദൈവം വെച്ചു. അതുകൊണ്ട് ആ ദൈവത്തെ അറിയാനുള്ള ആ ആഗ്രഹത്തിലാണ് ഈ ഇതിലേക്ക് ഇറങ്ങിയത്. ഇതിൻ്റെ ആഴവും നീളവും വീതിയൊന്നും അറിഞ്ഞിട്ടല്ല. ഒരുപക്ഷെ അറിഞ്ഞെങ്കിൽ ഇറങ്ങുമായിരുന്നില്ലല്ലോ. അത് ദൈവത്തിൻ്റെ സ്വപ്നവും ദൈവത്തിൻ്റെ പദ്ധതിയും നമ്മുടെ മേലുള്ളപ്പോൾ. യോസേഫ് സ്വപ്നം കണ്ടു. വചനം പിന്നെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. യോസേഫ് സ്വപ്നം കണ്ടു, പക്ഷേ അതിൻ്റെ അകത്തുള്ള പ്രയാസങ്ങളൊന്നും കണ്ടില്ല. കണ്ടാൽ ഇറങ്ങില്ല.
അപ്പോൾ അതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും ഒന്നും അറിയാതെ ഇറങ്ങി. പക്ഷേ അനേക പ്രയാസങ്ങളിലൂടെ അനേകവിധമായ ജീവിതത്തിൻ്റെ തിക്തമായ അവസ്ഥകളിൽ കൂടെ കടന്നുപോയി. പക്ഷേ അവിടെയൊക്കെ ഞാനറിയാതെ ദൈവം എന്നെ ശാന്തമായി നടത്തിക്കൊണ്ടേയിരുന്നു. പലരുടെയും മനസ്സിൽ ഞാനില്ലെങ്കിലും ഈ ലോകത്തിൽ ന്യായമായി നമ്മുടെ ജന്മാവകാശമെന്ന് പറയുന്ന ബന്ധങ്ങളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും കരുതലുമൊക്കെ നിഷേധിക്കപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ വലിയ സ്നേഹം, അർഹതയില്ലാത്ത സ്നേഹം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബൈബിൾ പഠിക്കണം, കൂടുതൽ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടായിട്ട് ഞാൻ CSI ബാക്ക്ഗ്രൗണ്ടിലാണ് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. തൊഴുക്കൽ CSIയുടെ അംഗമായിട്ടാണ് 9ാം ക്ലാസ് മുതൽ എൻ്റെ ക്രിസ്തീയ ജീവിതവും ജൂനിയർ ക്ലാസ് മുതലാണ് ഞാൻ സൺഡേ സ്കൂൾ പഠിക്കുന്നത്. സൺഡേ സ്കൂൾ എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഞാൻ സൺഡേ സ്കൂളിൻ്റെ ഒരു പ്രോഡക്റ്റാണെന്ന് ഞാൻ എപ്പോഴും പറയും. സൺഡേ സ്കൂളിലൂടെ VBSലൂടെയൊക്കെയാണ്, പിന്നെ CSSMൻ്റെ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത് എനിക്ക് വചനം പഠിക്കണമെന്ന ആർത്തി എൻ്റെ ജീവിതത്തിലുള്ളതുകൊണ്ട് എവിടെയും എന്തവസരം കിട്ടിയാലും എന്നെ വചനം പഠിക്കാനായിട്ട് എൻ്റെ ഈ ആത്മീയ പിതാവ്, എൻ്റെ വളർത്തു പിതാവായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു നായർ കുട്ടിയെ വളർത്തുമകളായി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആത്മീയ പുത്രിയായിട്ട് എന്നെ വളർത്തി. എൻ്റെ ആത്മീയ പിതാവും എൻ്റെ ഗുരുവുമൊക്കെയാണ് ആ പിതാവ്. എന്നാൽ ഞാൻ ഒരു CSIയുടെ ആ ഒരു ലെവലിൽ വിശ്വാസത്തിൻ്റേതായ നല്ല ഒരു കൂട്ടായ്മ, ആത്മീയമായും ഭൗതികമായും അനേക ദൈവമക്കളുടെ സ്നേഹവും സഹായവുമൊക്കെയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അനേകരുടെ സഹായം കൊണ്ടാണ് വാർദ്ധക്യ പിതാവ് എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ പഠിത്ത ചെലവുകളൊക്കെ അങ്ങനെയാണ്. ഒത്തിരി പേര് എന്നെ സ്നേഹിച്ചവരുണ്ട്, ഒത്തിരി പേര് എന്നെ കരുതിയവരുണ്ട്. സ്വന്തം കുടുംബം പോലെ എന്നെ സ്നേഹിച്ചവർ അവരുടെ കുടുംബത്തിലും ഹൃദയത്തിലും എന്നെ അംഗീകരിച്ചു. എൻ്റെ ഡിഗ്രി ക്ലാസ് കഴിഞ്ഞു, ബൈബിൾ പഠനം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വിവാഹത്തിൻ്റെ വിഷയമായി ഞാനിപ്പോൾ ആയിരിക്കുന്ന പൊട്ടങ്കാവ് എന്ന് പറയും, മലയും കീഴ് പൊട്ടങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തൊരു ക്ഷേത്രമുണ്ട്. 2 ക്ഷേത്രങ്ങളുണ്ട്, ശാസ്താക്ഷേത്രവും ഭദ്രകാളി ക്ഷേത്രവും. ഇതിനകത്ത് ഒരു ഭക്തനായി അത് കുടുംബക്ഷേത്രമാണ് എൻ്റെ ഭർത്താവിൻ്റെ. അതിനകത്തു നിന്നാണ് എൻ്റെ ഭർത്താവ് ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. രാധാകൃഷ്ണൻ നായർ എന്നാണ് എൻ്റെ ഭർത്താവിൻ്റെ പേര്. അദ്ദേഹം ഇവിടുത്തെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അദ്ദേഹവും വചനം പഠിക്കുന്നത് ഈ റേഡിയോയിലൊക്കെ കേട്ട് കറസ്പോണ്ടൻസ് ആയിട്ടൊക്കെ വചനം പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ബ്രദർ അജിത് കുമാറിൻ്റെ ആദ്യകാല ശുശ്രൂഷയുടെ മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹത്തിന് അതിനകത്ത് ബിനു എന്നൊരു സഹോദരൻ വിശ്വാസത്തിൽ അവരുടെ ഒരു സുഹൃത്താണ്. അവരിൽ കൂടെയൊക്കെ ചില മീറ്റിങ്ങുകളിലൊക്കെ പുള്ളി പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ വിവാഹം ഈ നായർ സമുദായത്തിൽ തന്നെ എന്നെ വിവാഹം കഴിക്കണമെന്നുള്ള എൻ്റെ വീട്ടുകാരുടെ ഒരു പ്രത്യേകമായ എൻ്റെ അമ്മയുടെയും അന്നത്തെ സാഹചര്യത്തിൽ അവരുടെയൊക്കെ നിർബന്ധം കൊണ്ട് ഈ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് ദൈവം ഈ ഒരു വിവാഹ ക്രമീകരണം ഒരുക്കുമ്പോൾ എൻ്റെ ഭർത്താവ് അന്ന് ചർച്ചിൽ വന്ന്, വേറൊരു ചർച്ചിലും പുള്ളി പോയിട്ടില്ല അതുവരെ. എന്നാൽ ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് മലയൻകീഴ് CSI സഭയിൽ പോയി ഒരംഗത്വം എടുക്കുകയും അപ്പോൾ സഭയിലുള്ളവർക്കെല്ലാം ഇദ്ദേഹം ഈ പൊട്ടങ്കാവിൽ ഇങ്ങനെ ഒരു ജന്മിയുടെ മകനാണ് എന്നറിയാവുന്നവരും ഇവിടെ ജോലിക്ക് വന്നവരുമൊക്കെ പലരുമുണ്ട്. അപ്പോൾ അവർ അറിഞ്ഞു ഇങ്ങനെ ഒരാൾ വന്നു. അപ്പോൾ അവരുടെ വീട്ടിലുമൊക്കെ ഇതങ്ങ് പള്ളിയിൽ പോകുന്ന കാര്യം ഫ്ലാഷായി. പുള്ളിയും ഇത്തിരി പ്രയാസം അനുഭവിച്ചു. ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് ചർച്ചിൽ വെച്ചാണ്, നെയ്യാറ്റിൻകര CSI സഭയിൽ, തൊഴുക്കൽ CSI സഭയിൽ വെച്ചാണ്. എന്നാൽ പള്ളിയിൽ വെച്ചൊരു വിവാഹം വേണ്ട, ഒരു ഹാളിൽ വെച്ച് സാധാരണ വിവാഹം നടത്താം, അല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാം, പള്ളിയിൽ വന്നവരാരും വിവാഹത്തിന് പങ്കെടുക്കില്ല എന്ന് വീട്ടുകാർ പറഞ്ഞു. എന്നാൽ എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവസന്നിധിയിൽ വെച്ച് വിവാഹം വേണം എന്ന് നിർബന്ധമായിട്ടും പറയുകയും ദൈവകൃപയാൽ തൊഴുക്കൽ CSI സഭയിൽ വെച്ച് എൻ്റെ വിവാഹം കഴിഞ്ഞു. പൊട്ടങ്കാവ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, പൊട്ടങ്കാവ് ക്ഷേത്രത്തിന് പരിസരത്താണ് ഭർത്താവിൻ്റെ കുടുംബ വീട്. അവിടേക്ക് ഞങ്ങൾ വന്നു. ഒരു ശനിയാഴ്ചയാണ് വിവാഹം. ഞായറാഴ്ച പള്ളിയിൽ പോകാൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് അനുവാദമില്ല. പക്ഷേ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ പള്ളിയിൽ പോയി. അതോടുകൂടി അവർക്കും ബുദ്ധിമുട്ടായി. 6 മാസം ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചു. വളരെ സ്നേഹമുള്ള നല്ല മനുഷ്യരാണ്. പക്ഷേ അവരുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് അവരെ നാണം കെടുത്താനാണ് എന്നൊരു തോന്നൽ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഉണ്ടായി. അങ്ങനെ 6 മാസം ഞങ്ങൾ അവിടെ കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പോകുന്നു.
അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി. ഈ പള്ളിയും പ്രാർത്ഥനയും ഈ കറുത്ത പുസ്തകവും മാറ്റിവെച്ചിട്ട് കുടുംബത്തിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാമെങ്കിൽ ഇവിടെ ജീവിക്കണം, അല്ലെങ്കിൽ ജാതി പറഞ്ഞവരും പറയുകയാണ് താഴ്ന്ന ജാതിക്കാരോടൊപ്പം ഒരു സഞ്ചിയും തൂക്കി തെണ്ടി നടന്നിട്ട് അവസാനം തെണ്ടി ഒന്നുമില്ലാതെ ഇവിടെ കയറി വരരുതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. ഞങ്ങൾ ഒന്നുമില്ലാത്തവരായി. അന്ന് ഞങ്ങൾക്ക് വസ്തുവൊക്കെ ഉണ്ട്, ഷെയറുണ്ട്, പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് കൈ കിട്ടിയിട്ടില്ല. ചേട്ടൻ്റെ പേരിന് എഴുതി മാറ്റിയ ഷെയറാണ്, പക്ഷേ അന്ന് അതൊന്നും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടിയില്ല. അതൊന്നും എല്ലാം മൂത്ത സഹോദരൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. ഞങ്ങൾ വീടില്ല, താമസിക്കാൻ മറ്റ് സൗകര്യങ്ങളില്ലാതെ തൽക്കാലം എൻ്റെ വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ പോയി. അന്ന് ഞാൻ എൻ്റെ മൂത്ത മകനെ കൺസീവാണ്. 1 വർഷവും 3 മാസവും എൻ്റെ വീട്ടിൽ താമസിച്ചു. അതിനുശേഷം ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് മാറി. ഞങ്ങൾക്ക് മൂത്ത മകൻ ജനിച്ചു. 91 ഫെബ്രുവരി 28 ഞങ്ങളുടെ മകൻ ജനിക്കുന്നു. അതോടെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ സെപ്പറേറ്റായി. ഞങ്ങൾ ഒരു വാടക വീട്ടിൽ താമസിച്ചു. അവിടെ ഇവിടങ്ങളിലായി താമസിച്ചുകൊണ്ട് അന്ന് CSI സഭയുടെ സ്ത്രീകളുടെ ഇടയിലുള്ള സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഒരു ചുമതലയിൽ ഞാൻ 2 ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് വുമൺ വർക്കർ എന്ന ഒരു ഡെസിഗ്നേഷനിൽ സ്ത്രീകളുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കായി. ഞാൻ ആറ്റിങ്ങൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് വന്ന് BD പ്രൊബേഷണറായിട്ടാണ് അതിൽ കയറുന്നത്. പക്ഷേ BDക്ക് അഡ്മിഷൻ ലഭിച്ചില്ല. പിന്നത്തേതിൽ അതിന് വേണ്ടിയിട്ട് ഈ ശുശ്രൂഷയിൽ തന്നെ ഇതൊരു ശുശ്രൂഷയായിട്ട് ഏറ്റെടുത്ത് 25 വർഷക്കാലം ദക്ഷിണ കേരള മഹായിടവകയുടെ കീഴിലുള്ള വിവിധ ഡിസ്ട്രിക്റ്റുകളിൽ വുമൺ വർക്കറായിട്ട് പ്രവർത്തിച്ചു. ഇതിനിടയിൽ ഞങ്ങൾ 2 പേരും, ഞങ്ങൾക്കൊരു മോള് കൂടെയായി. 89 ഞങ്ങളുടെ വിവാഹം, 91 മകൻ ജനിച്ചു, 94 മകൾ ജനിച്ചു. 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇവരെയും കൊണ്ട് കർത്താവിൻ്റെ വേലയിൽ അന്ന് ഞങ്ങൾക്ക് ദൈവം തന്നിരുന്ന സാഹചര്യത്തിൽ കർത്താവിൻ്റെ വേലയിൽ വിവിധ മുഖാന്തരങ്ങളിലൂടെ മുൻപോട്ട് പോയി. ഇതിനിടയിൽ ഞങ്ങൾ ഒരു 7 വർഷത്തോളം മിഷണറി പ്രവർത്തനങ്ങൾക്കായിട്ട് ആന്ധ്രയിൽ കടന്നുപോയി. ആന്ധ്ര 5 വർഷം, 5.5 വർഷത്തോളം, 1.5 വർഷം പിന്നെ ജാർഖണ്ഡിൽ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നു. ആഴമായി കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുവാനും ആഴമായി ദൈവത്തിൻ്റെ വചനങ്ങളെ പഠിക്കുവാനും ഇടയായപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് പിന്നെയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മീക മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ ദൈവം അവസരമൊരുക്കിയപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരുപടി കൂടെ ആഴത്തിൽ കർത്താവിനെ രുചിച്ചറിഞ്ഞപ്പോൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജലത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ആ വിധത്തിലുള്ള ശുശ്രൂഷയിൽ മുൻപോട്ട് പോകാനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ചു. ഞങ്ങളുടെ മകൾ ജനിക്കുമ്പോൾ 94 ഞങ്ങൾ സ്നാനപ്പെട്ടു. വിശ്വാസത്തിലേക്ക് കുറച്ചുകൂടെ ആഴത്തിലേക്ക് വന്നപ്പോൾ വളരെ പ്രയാസമുണ്ടായി. അപ്പോൾ അതുവരെയും ഞങ്ങളായിരുന്ന ഒരു സമുദായത്തിൽ, ഒരു ക്രിസ്തീയ സമുദായത്തിൽ അവർക്കും അത് ഞങ്ങളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പല വിധത്തിൽ അവർക്കും ഞങ്ങളോട് ഇഷ്ടമാണ്, പക്ഷേ ഞങ്ങൾ അവരിൽ നിന്നൊക്കെ വേർപെട്ട് വേറെന്തോ ആയിപ്പോയി എന്നൊരു തോന്നൽ അവർക്ക്. അത് ആ വിധത്തിൽ ഞങ്ങൾക്ക് കുറേ നല്ല ബന്ധങ്ങളൊക്കെ നഷ്ടമായി. എന്നാൽ ഈ ലോകത്തിലെ ബന്ധങ്ങൾ, മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ, ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുന്നതിനനുസരിച്ച് വന്ന നഷ്ടങ്ങളൊക്കെ ദൈവത്താൽ അത് തിരിച്ചു വരുമെന്ന വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എൻ്റെ അമ്മ ചോദിച്ചു, ഞങ്ങളോടൊപ്പം ഇതൊക്കെ കളഞ്ഞിട്ട് ഞങ്ങളോട് നിൽക്കാൻ ഇഷ്ടമില്ല, ഞങ്ങളെക്കാൾ ഇഷ്ടം ഈ ബൈബിളിനോടാണോ എന്ന് എൻ്റെ അമ്മ ചോദിച്ചു. ഞാൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബൈബിൾ മാത്രം എൻ്റെ കയ്യിലെടുത്തിട്ട് ഞാൻ പറഞ്ഞമ്മ, ഞാൻ മറ്റൊന്നും എടുക്കുന്നില്ല, ഞാൻ ഇറങ്ങുകയാണെന്ന്. അപ്പോൾ അമ്മ ചോദിച്ചു, ഇതിനെ കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ നിന്നുകൂടെ? ഞാൻ പറഞ്ഞില്ല, ഇത് കളഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നാൽ എനിക്ക് നിങ്ങളുമില്ല ഇതുമില്ല എന്നാണ്. പക്ഷേ ഞാൻ ഇതെടുത്തുകൊണ്ട് നിങ്ങളെ തൽക്കാലം ഇവിടെ വിടുകയാണ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഇതെൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഈ ദൈവം എനിക്ക് നാളെ നിങ്ങളെയും തിരിച്ചു തരും. എൻ്റെ അമ്മയോടും എല്ലാവരോടും, എൻ്റെ അമ്മയോടും ഞാൻ പറഞ്ഞ വാചകമാണ്. അവരെല്ലാവരും വളരെ സ്നേഹിക്കുന്ന നല്ല മനുഷ്യരാണ്. പക്ഷേ ഈ വിശ്വാസത്തിലേക്ക് ആരും വന്നിട്ടില്ല. എന്നാൽ ദൈവകൃപയാൽ എൻ്റെ അമ്മ, എനിക്ക് ഒരു അനുജത്തിയുണ്ട്, അവൾ കുടുംബമെല്ലാം ഈ വിശ്വാസ ജീവിതത്തിലാണ്. 2015 വരെ ദക്ഷിണ കേരള മഹായിടവകയുടെ കീഴിലുള്ള വിവിധ ഡിസ്ട്രിക്റ്റുകളിലും ചില സംസ്ഥാനങ്ങളിലുമൊക്കെ ആയിട്ട് മിഷണറി പ്രവർത്തനം, വുമൺ വർക്കർ എന്ന പദവിയിലുമൊക്കെ ശുശ്രൂഷയിലായിരുന്നു. 2015 അതിന് മുൻപ് തന്നെ ഞങ്ങൾ 94 മുതൽ ആത്മീയ കൂട്ടായ്മകളുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴത്തിൽ ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായി. എന്നാൽ 2015 പൂർണ്ണമായിട്ടും CSI
ദക്ഷിണ കേരള മഹായിടവകയുടെ ആ പ്രവർത്തനത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്വതന്ത്രമായൊരു മിഷണറി പ്രവർത്തനം ഇപ്പോൾ തെലുങ്കാന, ആന്ധ്ര, ഒറീസയുടെ ചെറിയ ചില ഭാഗങ്ങൾ, ഛത്തീസ്ഗഡിൻ്റെ ഒരു ഡിസ്ട്രിക്റ്റിൽ ചില ഗ്രാമങ്ങൾ, അങ്ങനെ ഒരു ചെറിയ മിഷണറി പ്രവർത്തനം സ്വതന്ത്രമായി ചെയ്തുകൊണ്ട് ചില ഗ്രാമങ്ങളിൽ ചില ആത്മാക്കളെ നേടി ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതവും ശുശ്രൂഷയും മുൻപോട്ട് പോകുന്നു. അവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്, മകനും മകളും. ഈ കൊറോണ സമയം അവരുടെ വിവാഹങ്ങൾ കഴിഞ്ഞു. മകനും മകളും കുടുംബമായി. മകൾ ദൈവകൃപയാൽ ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന ഒരു കുടുംബമാണ്. മകൻ സാമാറ്റിങ്ങിലാണ് മരുമകൻ. അവർക്ക് ഒരു മകളും ഒരു മകനും 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. മകനും അവൻ ചെറിയ ബിസിനസ്സും അവൻ്റേതായ ഒരു ഉപജീവന മാർഗത്തിലൊക്കെയാണ്. എന്നാൽ ദൈവകൃപയാൽ അവനും 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. 2 മക്കൾക്കും ഒരേ സമയം 2 പെൺകുഞ്ഞുങ്ങളെ തന്നു. ചില 3 മാസത്തെ വ്യത്യാസത്തിൽ. അടുത്തിപ്പോൾ 2 പേർക്കും, മകനും മകൾക്കും 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം 3 ദിവസത്തെ വ്യത്യാസത്തിൽ 2 ആൺകുഞ്ഞുങ്ങളെ തന്നു. അങ്ങനെ യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, ഞാനൊരു ചെറിയ വടിയുമായിട്ട് ഇവിടെ കടന്നു പോയി, എന്നാലിപ്പോൾ ഒരു ജനമാക്കി നീ എന്നെ മാറ്റി എന്ന് പറയുന്നത് പോലെ ഒറ്റയ്ക്ക് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ നിന്ന് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഒന്നും അറിയാതെ ഇറങ്ങി തിരിച്ചു. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയരെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് ദൈവം എന്തൊക്കെയോ ചെയ്തു, ഏതൊക്കെയോ വഴികളിലൂടെ ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളൊന്നുമായിട്ടില്ല, എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് തലമുറകളെ തന്ന് ദൈവം ഒരുക്കി. ഒറ്റയ്ക്ക് വന്നു, 2 പേരായി, പിന്നെ 4 പേരായി, ഇപ്പോൾ 10 പേരായി. ഞങ്ങളുടെ കുടുംബത്തെ ദൈവം വർദ്ധിപ്പിച്ചു. എന്നെ വചനം പറഞ്ഞു തന്നു വളർത്തിയതാണ് എൻ്റെ ആത്മീയ പിതാവ് സത്യനേശൻ പ്രസംഗാർ. അദ്ദേഹം ഞാൻ മുങ്ങിസ്നാനം ഏറ്റു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വളരെ എതിർത്ത് പറഞ്ഞു. അപ്പച്ചനോട് സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പച്ചൻ പറയും, എൻ്റെ അപ്പനും അമ്മയും എനിക്കൊരു സ്നാനം തന്നിട്ടുണ്ട്, എൻ്റെ അപ്പനും അമ്മയും പോയെടുത്ത് എനിക്ക് പോയാൽ മതിയെന്ന് പറയുമായിരുന്നു. പക്ഷേ 90ാമത്തെ വയസ്സിൽ അപ്പച്ചൻ മുങ്ങിസ്നാനമേറ്റാണ് മരിച്ചത്. 90ാമത്തെ വയസ്സിൽ 7 മാസത്തോളം ഞങ്ങളുടെ ഭവനത്തിൽ പിതാവ് രോഗിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ദൈവം നൽകിയ ദർശനപ്രകാരവും ദൈവശബ്ദം കേട്ടും അദ്ദേഹം വിശ്വാസ സ്നാനം സ്വീകരിച്ച് വളരെ പ്രത്യാശയോടെ, ഒരു ഭക്തൻ്റെ മരണം ഉറക്കം പോലെ എന്ന്, യഹോവയ്ക്ക് വിലയേറിയ മരണം അത് നേരിൽ കാണുവാൻ, പാട്ടോടെ ഇനി മതി, അന്ത്യകാല ഓഹരി പ്രാപിക്കുവാൻ എനിക്ക് വിശ്രമം താ എന്ന് അപ്പനോട് ചോദിച്ച്, ഒരു ഭക്തൻ മരണം ചോദിച്ചു വാങ്ങി വിശ്രമത്തിലേക്ക് കയറിപ്പോയത് സ്വന്തം കണ്ണാൽ കാണുവാൻ ദൈവം ഭാഗ്യം തന്നു. 7 മാസത്തോളം അദ്ദേഹം കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദൈവം തന്ന എല്ലാ ചുമതലകൾ, എളിയവരെ ശുശ്രൂഷിച്ചു, വളരെ എനിക്ക് തന്ന ജോലിയെല്ലാം ഞാൻ ചെയ്തു തീർത്തു. പക്ഷേ മരണം ഞാൻ കൊതിച്ചിട്ട് ഞാൻ മരിക്കുന്നില്ല. എന്താണ് കാരണം? നീ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വചനം പറയുകയും വചനം പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവുണ്ട്. എൻ്റെ ഭവനത്തിലായിരുന്ന അത്രയും കാലവും ഞങ്ങൾ മറ്റ് പള്ളിയിൽ ആരാധനകൾക്ക് പോയിട്ടില്ല. കാരണം അപ്പച്ചൻ ആരാധന കൊതിയനാണ്. അപ്പച്ചൻ വചനത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അപ്പച്ചന് ആരാധനയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളും ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യും. അന്നെല്ലാം വചനത്തിലൂടെ ദൈവാത്മാവ് ഇടപെട്ടു. ഏതെല്ലാം വചനം അപ്പച്ചൻ സ്നാനത്തെ എതിർത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതേ വചനങ്ങൾ പരിശുദ്ധാത്മാവിൽ അദ്ദേഹം ഏറ്റെടുക്കുവാനും, ദർശനത്തിലൂടെ ദൈവം സ്നാനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ നീതിയെ പരീക്ഷിക്കരുത് എന്ന് പിതാവിനോട് ദൈവശബ്ദം കേൾക്കുകയും ദർശനം കൊടുക്കുകയും അദ്ദേഹം സ്നാനം വേണമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും സ്നാനപ്പെട്ട് ചില മാസങ്ങൾ കൂടെ അദ്ദേഹമായിരുന്നു. വളരെ സുബോധത്തോടെ ആയിരുന്നു, വളരെ പ്രാർത്ഥനയോടെ. അവസാനം ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച്, എൻ്റെ മകന് വേണ്ടിയും പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് ഒരു ഭക്തൻ കടന്നുപോയി. അതൊരു വലിയ സന്തോഷമാണ്. പിന്നെ 2ാമത്തെ കാര്യം, എൻ്റെ അമ്മ പറയും, ഞാനൊരു ക്ഷേത്രവാസി പോലെ ആയിരുന്നു, പക്ഷെ നീ എന്നെ പള്ളിയിൽ വിളിച്ചു, ഞാൻ വന്നു, ഒരു സ്നാനം പെട്ടല്ലോ, എനിക്കത് മതി. പക്ഷേ ആ മാതാവ് ചില മാസങ്ങൾ 1.5 വർഷത്തോളം ക്യാൻസറിൻ്റെ പ്രയാസത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. കൊറോണയുടെ സമയമെല്ലാം അമ്മയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിരുന്നു. പക്ഷേ ദൈവകൃപയാൽ വളരെ അത്ഭുതമായി ഡോക്ടർമാരെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് ബോൺമെറ്റായി ഇരുന്ന അമ്മ, മാസങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞ അമ്മ
വർഷങ്ങൾ ജീവിച്ചു. വളരെ ആരോഗ്യത്തോടെ തന്നെ ഇരുന്നു. ആ സമയത്ത് അമ്മയും ഈ മുങ്ങിസ്നാനമേറ്റ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കുടുംബത്തിൽ അധികം പേരെ നേടിയിട്ടില്ലെങ്കിലും എൻ്റെ അമ്മ, ഞങ്ങൾ അടങ്ങുന്ന എൻ്റെ അമ്മ, സഹോദരി, ഞങ്ങളുടെ മക്കൾ, ഞങ്ങൾക്കെല്ലാവർക്കും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ ദൈവകൃപ അനുഭവിക്കുവാനുള്ള ഭാഗ്യം ദൈവം തന്നു. ഇനിയും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റുള്ളവർ ഈ രക്ഷയിലേക്ക് വരണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധമായ സംസ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ആയിരിക്കുന്നു അനേക മക്കളെ ദൈവരാജ്യത്തിനായിട്ട് ഒരുക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. നിങ്ങളെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ സാക്ഷ്യം നിങ്ങളെല്ലാവരെയും നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.